കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ വീട്ടിലെ പരിപാടികളൊക്കെ ചെയ്യുകയാണ്. പെട്ടെന്ന് പരിപാടിയുണ്ട്. ഇങ്ങളെ പണിയെടുക്കാം. എനിക്ക് പണി കാണാൻ വേണ്ടി ഇരിക്കല്ലേ. ഇരിക്കൂ. എൻ്റെ തുണി ഉണങ്ങി കിട്ടണം എനിക്ക്. അതുണങ്ങി വലിയ കുഴപ്പമില്ല. എനിക്ക് ജീൻസ് രണ്ടും ഉണങ്ങി. താഴെ ഒഴിച്ച് വെയിലുണ്ട്. ഇങ്ങനെ രാവിലെ നമ്മൾ തുണികളൊക്കെ കുറച്ച് പാചകമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരുന്നപ്പോഴത്തേക്കും ഇവിടെയാണ് ഭയങ്കര ചൂട്. എന്നാൽ പിന്നെ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഹോർലിക്സ് വെച്ചിട്ടുള്ള ഷെയ്ക്കാണ്. പാല് പൊട്ടിച്ച് നമ്മൾ ഒഴിക്കാൻ പോവാം ജാറിലോട്ട്. പാല് പൊട്ടിച്ചിട്ട് പഞ്ചസാര ഇച്ചിരി പറ്റിക്കൊരു ഇളക്കി കൊടുക്കണം ഗൈസ്. ഏകദേശമായിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി കട്ട പിടിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം ഇളക്കി കൊടുക്കണം. എന്താ കട്ട പിടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഷേക്ക് ഉണ്ടാക്കി എടുത്തിരിക്കുന്നു. ഹോർലിക്സ് ഷേക്ക് റെഡി. കുടിച്ചു നോക്കി. ഷേക്ക് റെഡി. വാവ്. അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനി പാത്രം കഴുകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. രാവിലത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അമ്മയടുത്ത് വരെ പോവാണ്. അതിന് മുമ്പ് അമ്മ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ വളർത്തുന്നൊരു പട്ടിയുണ്ട്. അവൻ്റെ പേര് അപ്പു എന്നാണ്. നമ്മളെ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവന് ദേഹത്തൊരു മുറിവ് വന്നിട്ട് അത് ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കുക. അപ്പം മൃഗാശുപത്രിയിൽ പോയി അതിന് മരുന്ന് മേടിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവന് വണ്ടിയിൽ കയറി വരാൻ ഇച്ചിരി മടിയാണ്. നമ്മളവിടെ ചെന്നിട്ട് അവനെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഡോക്ടറെ വിളിച്ച് വീട്ടിൽ വരുത്തി ഇഞ്ചക്ഷൻ എടുക്കുകയോ മരുന്നൊക്കെ വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ സ്ഥിരം സാധനം മേടിക്കുന്ന കടയിൽ ഇടയ്ക്കൊന്ന് കയറി അവിടെ നിന്നൊരു പാലൊക്കെ മേടിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്തുള്ള മൃഗാശുപത്രിയിലൊന്ന് പോയി. അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഡോക്ടറില്ല. പിന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഡോക്ടറുടെ നമ്പർ അവിടെ നിന്ന് കിട്ടി. ആ നമ്പർ വെച്ചിട്ട് ഡോക്ടറെ വിളിച്ചായിരുന്നു.
അതെല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പ്. അന്ന് പിന്നെ പിള്ളേരും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാനി വന്ന് ഇടിക്കുന്ന നോക്കണം പറയാം. നീയും ഞാനും കൂടെ കളിക്കണം. 5000, 10000, 11500 മൊത്തം 100ആണ്. 11500 ഇതെന്നെ കളിയാ? കള്ളനും പോലീസും. കള്ളനും പോലീസും കളിയാണോ? 100, 200, 5200, 10200. സാറാ ജയിച്ചു. ഞാൻ 5000. കിട്ടിയോ? ഈ സാധാ പേരയ്ക്കാതൊന്നും ഇത് എവിടെ കിടക്കുന്നു? എടാ ഇറങ്ങണ മതി, ഇറങ്ങിയേ. മുണ്ടിൻ്റെ ചെറിയ ചെറിയ പേരയ്ക്ക, പക്ഷെ അത് അത്യാവശ്യം പഴുത്ത. നമുക്കിതിന് ഇതിലോട്ട് ഒഴിക്കിച്ച പോവല്ലോ. നീ ഉണ്ടായിരുന്നോ? കത്തി എടുത്തോണ്ടോ? ഇരിയോട് പറഞ്ഞാൽ മതിയല്ലോ. മിരി പാടിയുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് അപ്പൂൻ്റെ മുറിവും കാര്യങ്ങളും ഒക്കെ നോക്കി. അവനാണ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കുറയും പരിപാടിയൊക്കെയാണ്.
ഇഞ്ചക്ഷൻ എപ്പോൾ ഇന്ന് എടുക്കാം. നാളെ തൊട്ട് ടാബ്ലറ്റ് ആക്കി തരാം. ടാബ്ലറ്റ് കഴിക്കില്ല. പാലിലിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു സ്പ്രേ ഉണ്ട്. ഒരു സ്പ്രേ നമ്മുടെ ഇരിപ്പുണ്ട്. അത് എടുക്കാൻ മഞ്ഞ കളറുള്ളതാണോ? എവിടെ ഇരിക്കുന്നത്? അങ്ങനെ കുറേ പരിശ്രമത്തിന് ശേഷം നമ്മൾ അവന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അങ്ങനെ ഡോക്ടർ കുറച്ച് മരുന്നുകൾ എഴുതി തന്നിട്ടുണ്ട്. കുറച്ച് ടാബ്ലറ്റും അതുപോലെ തന്നെ മുറിവിനടിക്കാൻ വേണ്ടി ഒരു സ്പ്രേ ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിന് നമ്മൾ പോയി മേടിക്കണം. അപ്പോൾ അത് കഴിച്ചു വിട്ടേക്കാം കുറച്ച് നേരത്തേക്ക്. ഗുഡ് ബോയ് മാറാ അടുത്ത് കഴിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ബംഗാളിയാണ്. വല്ലപ്പോഴോ പണി കഴിയും. നല്ല ബംഗാളി. ബംഗാളി അവൻ മൊത്തം കോരാത്തോണ്ടാ, നല്ലപോലെ കോരാത്തോണ്ടാ. പഴയ ഒരു കുടം പോയി കിടപ്പുണ്ട്. കുടം കൊടുക്കും. കോരി 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 കത്തിയിട്ടേക്കാം. കുടം കിടപ്പുണ്ട്. മൊബൈലൊക്കെ മാറ്റി വെക്കുന്നു. ഞാൻ താഴെ ഇട്ടിട്ട് പറഞ്ഞു. ഞാൻ താഴെയിട്ടിട്ട് എന്നെ ഒന്നും പറയില്ല. താഴെയിട്ട പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കെവിൻ്റെയും ഡെന്നി ബ്രോയുടെ മുടിയൊന്ന് വെട്ടിയായിരുന്നു. അവരിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതെന്ത് സ്റ്റൈലാ ഒന്ന് പറഞ്ഞേ. ഡെന്നി ബ്രോയും മുടി വെട്ടിയോ? വീട്ടിലും എല്ലാം പറഞ്ഞോ? പിന്നെ എന്നാ പറഞ്ഞു? അല്ല വീട്ടിൽ വഴക്കൊന്നും പറഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. മുടിവെട്ടൊക്കെ കഴിഞ്ഞു. കുളിച്ചോ ഡെന്നി ബ്രോ? കുളിച്ചോ മുടി വെട്ടിയിട്ട്? രണ്ടെണ്ണം മുടിയൊക്കെ വെട്ടിയിട്ട് കുളിച്ചിട്ടൊക്കെ ഇരിക്കുന്നു. അടുത്ത പരിപാടികൾ. ഹലോ, നിങ്ങളെന്താ പരിപാടി? കുളിക്കാൻ പോന്നു. അങ്ങനെ ഏകദേശം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. ഓ മൈ ഗോഡ്, പണിയെടുക്കണമെന്ന് ഓർക്കുമ്പോൾ കുറച്ച് തുണിയും കൂടെ എടുക്കാണ്ടല്ല. അങ്ങനെ ഇവിടെ ഒരു യുദ്ധത്തിന് കളം ഒരുങ്ങുന്നു. അതായത് കെവിനെ പഠിപ്പിക്കുകയാണ്. നാളെ അവന് എക്സാം ഉണ്ട്. അതിനുവേണ്ടി അവനെ പഠിപ്പിക്കുകയാണ്. അതൊരു ശരിക്കും ഒരു യുദ്ധം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വൈകിട്ടത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അങ്ങനെ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.